ഗൂഗിള് ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? മത്സരിക്കാനില്ല എന്ന് തുറന്നു പറയുന്നില്ല, ലീഗിനോട് അതൃപ്തിയില്ല എന്ന് തുറന്നു പറയുന്നില്ല, ഇടതിലേക്ക് മാറുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല. എല്ലാ സൂചനകളും ചേർത്ത് വെക്കുമ്പോൾ ഇടത് സ്വതന്ത്രനായി എവിടെയെങ്കിലും മത്സരിക്കാനുള്ള സാധ്യത തന്നെയാണ് തെളിയുന്നത്. അതായത് അബ്ദുറഹ്മാൻ രണ്ടത്താണി പാർട്ടി വിടുന്നു എന്ന തീരുമാനത്തിലേക്കാണോ അനുമാനത്തിലേക്കാണോ ഏറ്റവും ഒടുക്കത്തെ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലെ പ്രസ്താവനകൾ നമുക്ക് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്? സുഹൈൽ, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം എന്തായിരുന്നോ തന്റെ നിലപാട്, ആ നിലപാടിൽ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി അല്പസമയം മുമ്പ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. തിരൂരങ്ങാടിയിലെ PMA സമീറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കടുത്ത വിരോധം അബ്ദുറഹ്മാൻ രണ്ടത്താണിക്കുണ്ട്. മുനിസിപ്പൽ കമ്മിറ്റിയോ പഞ്ചായത്ത് കമ്മിറ്റിയോ നിർദ്ദേശിക്കാത്ത ഒരു പേരാണ് ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അത്തരമൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്ന വിമർശനത്തിൽ, അത്തരം പരാതിയിൽ, ആക്ഷേപത്തിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി നിൽക്കുകയാണ്. അതിനാൽ തന്നെ ആ ആക്ഷേപത്തിൽ, ആ പരാതിയിൽ മാറ്റമില്ല. ആ മാറ്റമില്ലാത്തതിനാൽ തന്നെ അതിനർത്ഥം താൻ മുസ്ലിം ലീഗിന്റെ ആശയത്തിൽ നിന്ന് പിന്നോട്ടേക്ക് പോവുകയും മുസ്ലിം ലീഗിന്റെ അനുഭാവിയോ അല്ല എന്നല്ല. മുസ്ലിം ലീഗിന്റെ ആശയത്തിൽ ഇപ്പോഴും അടിയുറച്ചു നിൽക്കുന്നു എന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണി പറയുന്നു. താൻ പറയുന്ന പരാതിയിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുമ്പോൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അബ്ദുറഹ്മാൻ രണ്ടത്താണി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ ഘട്ടത്തിൽ അതിനോട് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി പറയുന്നത്. എന്നാൽ മുസ്ലിം ലീഗിൽ നിന്ന് ആരും അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ ബന്ധപ്പെട്ടിട്ടില്ല. പുറത്തു പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. അബ്ദുറഹ്മാൻ രണ്ടത്താണി അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം മുസ്ലിം ലീഗ് നടത്തുന്നില്ല. ഈ ഘട്ടത്തിലാണ് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ മലപ്പുറം ജില്ലയിൽ എത്തുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ CPMന്റെ നവീകരിച്ച ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് നാളെ. ആ ഘട്ടത്തിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ വേദിയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നൊരു ശ്രമമാണ് CPM ഇപ്പോൾ നടത്തുന്നത്. നേരത്തെ നടന്നിട്ടുള്ള പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അടിയന്തര യോഗത്തിലും അത്തരം കാര്യങ്ങൾ തന്നെയാണ് ചർച്ചയായിട്ടുള്ളത്. പ്രധാനമായിട്ടും 3 മണ്ഡലങ്ങളിലാണ് CPM ഇവിടെ മലപ്പുറം ജില്ലയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. കൊണ്ടോട്ടിയിലും കോട്ടക്കലിലും തിരൂരിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞ തിരൂരങ്ങാടി എന്ന് പറയുന്നത് അജിത്ത് കൊളാടി അവിടെ CPIയുടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുണ്ട്. ആ തിരൂരങ്ങാടിയിലേക്കാണ് തനിക്ക് താല്പര്യമെന്ന് ഈ പറയുന്ന പോലെ അബ്ദുറഹ്മാൻ രണ്ടത്താണി പറയുകയാണെങ്കിൽ തന്നെ CPIയുമായി കൂടി CPMന് ചർച്ച നടത്തേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ രണ്ടത്താണി വരാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ തയ്യാറാണ് എന്നൊരു സമീപനം തന്നെയാണ് LDF സ്വീകരിച്ചിട്ടുള്ളത്, CPM സ്വീകരിച്ചിട്ടുള്ളത്. പല മണ്ഡലങ്ങളിലും മങ്കട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ തിരിച്ചു വിളിച്ച് മറ്റൊരാളെ മത്സരിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ആ കാര്യം കൂടി LDFും CPMും പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിൽ ഉണ്ടായതുപോലെയുള്ള അതൃപ്തി മുൻപുണ്ടാത്തതിൽ നിന്ന് വിഭിന്നമായി മുസ്ലിം ലീഗിൽ ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. അത് അനുകൂലമാക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. മങ്കടയിലും തിരൂരങ്ങാടിയിലും നിശ്ചയിച്ച സ്ഥാനാർത്ഥികളെ പോലും പിൻവലിക്കാൻ തങ്ങൾ തയ്യാറാണ്, ജയിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്നാണ് പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള A വിജയരാഘവൻ അല്പസമയം മുമ്പ് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.